ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ അച്ഛൻ വീട്ടിലാണുള്ളത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ്. 41 ദിവസത്തെ മണ്ഡലകാല പൂജയും ഭജനയും ഒക്കെ അമ്പലത്തിലുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു 41ാമത്തെ ദിവസം. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോവാണ്. അപ്പോൾ അച്ചായും അമ്മയും കാത്തും ഒക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാത്തു ഫോൺ നോക്കുമായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞാൻ ഹായ് കാണിക്കാൻ പറഞ്ഞതായിരുന്നേ. അപ്പം ഞാൻ ശങ്കറിനെ എടുത്തിട്ട് അവനോട് ഹായ് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഹായൊക്കെ കാണിച്ചു. പിന്നെ ഒന്നുകൂടെ കാണിക്കാമെന്നും പറഞ്ഞിട്ട് അവൻ കാണിക്കുന്നില്ലായിരുന്നു. പിന്നെ ഇതെൻ്റെ കൊച്ചായാണ്. കൊച്ചായോട് ഞാൻ ഹായ് കാണിക്കാൻ പറഞ്ഞപ്പോൾ കൊച്ചായി കാണിച്ചതാണ്. അതായത് കാത്തുവിൻ്റെ ശങ്കറിനെ അച്ചായി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നേരിട്ട് അമ്പലത്തിലേക്ക് പോയി. ആൻറ്റി ശങ്കരനൊക്കെ ആയിട്ട് ശങ്കരനെ അവൻ താഴത്ത് നിൽക്കാൻ ബഹളം വെക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിർത്താതെ പോവായിരുന്നു. കാരണം ഇത് ഇങ്ങനെ അമ്പലത്തിന് ചുറ്റും ദീപം കത്തിച്ചിരിക്കണേ കളർ പേപ്പർ റൗണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മെഴുകുതിരി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ അതിലൊക്കെ പോയി പിടിച്ചാലോ എന്ന് വിചാരിച്ച് നിർത്തുന്നില്ലായിരുന്നു. പിന്നെ അത് ഓടിക്കളിച്ച് കിടക്കുന്നത് ഞങ്ങളുടെ കസിൻ അല്ലുവാണ്. അപ്പോൾ അല്ലുവിനെ കണ്ടപ്പോൾ ശങ്കരനും പിന്നെ താഴത്തിറങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അമ്മയുടെ കൈയും പിടിച്ച് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ദീപാരാധന ആയപ്പോൾ ഞങ്ങൾ ദീപാരാധന തൊഴാനായിട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ആകാശത്ത് പടക്കമൊക്കെ പൊട്ടുന്നത് അപ്പോൾ ശങ്കരൻ അതൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും അതൊക്കെ കണ്ടതിന് കുറച്ച് സമയം നിന്നു. നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. പിന്നെ കുറേ ദീപാലങ്കാരം ഉണ്ടായിരുന്നു അമ്പലത്തിൽ. സത്യം പറഞ്ഞാൽ എല്ലാ പ്രാവശ്യത്തേക്കാളും കുറവായിരുന്നു ഇപ്രാവശ്യം. ഒരു 2-3 വർഷം മുമ്പൊക്കെ ഇതിലും കൂടുതൽ കുറേ ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പ്രസാദമൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.